ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. തിരൂരിലെ രൂക്ഷമായ ഗതാഗത കുരുക്കഴിക്കാൻ പ്രത്യേക പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്നതായി ജില്ലാ എൻഫോഴ്സ്മെന്റ് RTO PA നസീർ. തിരൂർ പ്രസ് ക്ലബ് അംഗങ്ങൾക്കുള്ള പുതിയ ID കാർഡ് വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ സ്ഥലം മാറിപ്പോകുന്ന കേരള വിഷൻ ക്യാമറമാൻ മുഹമ്മദ് യാസിൻ യാത്രയപ്പ് നൽകി. തിരൂർ നഗരത്തിലെ അതിരൂക്ഷമായ ഗതാഗത കുരുക്കഴിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്നതായി മലപ്പുറം ജില്ലാ എൻഫോഴ്സ്മെന്റ് RTO PA നസീർ പറഞ്ഞു. താഴെപ്പാലം ഗ്രേസ് റെസിഡൻസ് ഹാളിൽ നടന്ന തിരൂർ പ്രസ് ക്ലബ് അംഗങ്ങൾക്കുള്ള പുതിയ ID കാർഡ് വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു PA നസീർ. ഈ നവയുഗ മാധ്യമങ്ങളും ഒക്കെ വന്നതുകൊണ്ട് ഒട്ടനവധി വാർത്തകൾ യഥാവിധി ജനങ്ങളിലോട്ട് സ്പോട്ടിൽ എത്തുന്നുണ്ടെങ്കിലും സത്യാവസ്ഥ ഒരു പരിധി വരെ എത്തുന്നത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന അച്ചടി മാധ്യമങ്ങളിലൂടെയാണ്. അവർ യഥാവിധി ആ പത്രമാധ്യമത്തിന്റെ യഥാർത്ഥ ധർമ്മം ഉൾക്കൊണ്ടുകൊണ്ട് വസ്തുതകളെ യഥാർത്ഥവിധി ഉൾക്കൊണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ടും അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് മനസ്സിലാക്കിക്കൊണ്ട് യഥാവിധി ആ വിഷയങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുന്ന ഒരു ധർമ്മം ശരിയായ രീതിയിൽ പത്രക്കാർ ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും പല പല കാര്യങ്ങൾക്കും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് അതുപോലെ തെറ്റായ പ്രവണതയ്ക്ക് ഇതെല്ലാം ഒരു പരിധിവരെ ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ തീർച്ചയായിട്ടും അത് വഹിക്കുന്ന പങ്ക് പത്രമാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതിൽ വളരെയധികം ചെറുതല്ല. കേരള വിഷൻ ക്യാമറമാൻ മുഹമ്മദ് യാസിന് തിരൂർ പ്രസ് ക്ലബ് നൽകുന്ന യാത്രയപ്പ് മെമ്മന്റെയും PA നസീർ നിർവഹിച്ചു. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് പ്രസ് ക്ലബിന്. ഇനി അടുത്ത നാളെ പുതിയ കമ്മിറ്റി വന്നാലും അവരും എല്ലാവരും ഒരുമിച്ച് പോവുക. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുക. എന്തായാലും ഒരുപാട് നന്ദി. തിരൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് PK രതീഷ് അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി AP ഷെഫീഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അംഗങ്ങൾക്ക് ആസാദ് ഗോൾഡ് നൽകുന്ന ഡയറി വിതരണോദ്ഘാടനം ആസാദ് ഗോൾഡ് MD മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. പ്രസ് ക്ലബ് ട്രഷറർ ജയ്സൽ വെട്ടം ചടങ്ങിന് നന്ദി പറഞ്ഞു. തുടർന്ന് പ്രസ് ക്ലബ് ജനറൽ ബോഡി യോഗവും ചേർന്നു.